പറയാൻ പറ്റുള്ളൂ. എന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു പോലും ആദ്യം പുറത്താ. ഞാൻ പറഞ്ഞ കാവലൊക്കെ സെക്യൂരിറ്റി പണിയായിരുന്നു. അപ്പൊ സെക്യൂരിറ്റി പണി ഗേറ്റിന്റെ അകത്താണ് ഉണ്ടാവുക. ഞാൻ ഗേറ്റിനെ പുറത്ത് ഞാൻ റോട്ടിൽ നിൽക്കും. വരുന്നവരോട് ഹലോ ലാൽ സലാം സാഖാവേ ലാൽ സലാം, ഞാൻ റോട്ടിലുണ്ടാവും. ഈ വിഷയത്തോട് ഞാൻ ഉന്നയിച്ച ഈ വിഷയത്തോട് അത് ശരിയാണെന്ന് തോന്നുന്ന ഏതെങ്കിലും സഖാവ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ കോക്കസിന്റെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാർ തമ്മിലുള്ള ഈ കോക്കസ് ഉണ്ടല്ലോ, ആ കോക്കസിന്റെ ഭാഗമാകാൻ തയ്യാറില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കോക്കസിനെതിരെ പോരാട്ടത്തിൽ അവരെ എന്റെ കൂടെ അണിചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാനിത് നിർത്താനല്ല, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു പാർട്ടിക്ക് എതിരല്ല. ഞാനെന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ നീതി നിഷേധം അങ്ങേയറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ഒരു നീതിയില്ല. ഞാൻ ആവർത്തിച്ചതാ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഈ ഭരണത്തിൽ ഒരു നീതിയും കിട്ടാത്തത്. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ്. അവരെ ചേർത്ത് നിർത്തി ഈ പോരാട്ടം ഞാൻ നയിക്കും. ഞാൻ പറഞ്ഞില്ലേ ആരാണ് വരുന്നത്, നിലമ്പൂരിൽ ഞാനൊരു ജീപ്പ് കെട്ടിയതിന്റെ മുകളിൽ കയറി എന്ന് ഞാൻ പറയും. അത്രേ പറയുന്നുള്ളൂ. 16 മണ്ഡലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവാ. 16 മണ്ഡലങ്ങളിലും ഒരു 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 മഹീന്ദ്ര ജീപ്പിൽ 2 മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്നവനെ വിളിച്ചു പറഞ്ഞു നടക്കൂലേ, അതേപോലെ ഞാൻ നടക്കാൻ പോവാ. ഒരാളും വരണ്ട. എന്നിട്ട് ആളുണ്ടെങ്കിൽ മതിയെന്ന്. ഈ ജനത്തിന് ഇതിൽ താല്പര്യമില്ലെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. എത്ര ദിവസം കിടക്കും? കിടന്ന സ്ഥലത്ത് പല സ്ഥലത്തും കണ്ടല്ലോ. ഒരു സാമൂഹ്യ ബോധമില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഐസ്ക്രീം പൊരിച്ചാ കഴിക്കുന്നു. മനസ്സിലായി? എല്ലാം തിന്ന് കഴിഞ്ഞു. ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ ഐസ്ക്രീം പൊരിക്കാൻ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ആദ്യം കേട്ടപ്പോൾ അന്തം വിട്ടു. എന്താണ് ഈ ഐസ്ക്രീം പൊരിക്കേ? അപ്പൊ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇരുമ്പ് കട്ട പോലെ ആക്കിയിട്ട് നേരെ തളച്ച വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടും. അവിടെ ഒറ്റ കൊരല. അപ്പോൾ ഉള്ളിൽ ഐസ്, പുറത്ത് വേവും. ഇത് പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം? ഭക്ഷണത്തില് ഈ ഒരു പണിയല്ലാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഇവർക്ക് വേറൊരു പണിയില്ല. ഇത് പണിയാ. മറ്റേ സോഡ ഉണ്ട്. എന്ത് സോഡ? ഇത് ഇഞ്ചി സോഡ എന്നൊക്കെ. സാധാരണ മനുഷ്യനെ കുടിച്ചാൽ തലമിന്നി വീഴുന്നതാണ്. അത് കൂടല്ലൂരാ കിട്ടുക. ഇവിടുന്ന് വണ്ടി വിടുക. ഏതാ സോഡ കുടിക്കാനേ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് പോവാണ്. ഇതാണ് യുവാക്കള്. ആ യുവാക്കളോടെ സംസാരിക്കാനുള്ളത്. അപ്പൊ ഞാൻ സംസാരിച്ചു നോക്കും. ഇവരെന്ന് ഉണർത്താൻ പറ്റുമോ നോക്കും. ഉണരുമില്ലെങ്കിൽ ഞാൻ വിടും. അതൊന്നും മനസ്സ് ഞാനാരാ മനസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ മാഷല്ലേ. എനിക്ക് മനസ്സിനെ പറ്റി പറയാനില്ല. ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അതിനെ പറ്റി അറിയില്ല. വിമർശനം ഉന്നയിച്ച എംഎൽഎ പാർട്ടിന് പുറത്തായി. ഇപ്പൊ എംഎൽഎ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും ഇത്തരത്തിൽ പരസ്യമായി പാർട്ടിയെ വിമർശിക്കാൻ അല്ലെങ്കിൽ അങ്ങേക്ക് ഒരു പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയും. നമ്മളങ്ങനെ പരസ്യമായി ഞാനല്ലേ പറഞ്ഞു ഞാൻ ഒറ്റക്കാ പോകുന്നത്. ഞാൻ സ്റ്റേജ് തന്നെ കേട്ടില്ല പ്രസംഗിക്കാൻ. സ്റ്റേജ് കെട്ടിയാൽ ഒരാൾ കയറിയിട്ടുണ്ട്. ഞാനൊരു ജീപ്പിന്റെ ബോണ്ടിന്റെ മുകളിൽ കയറിയിട്ടും ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. എന്തായാലും റോട്ടിലേക്ക് നമുക്ക് ഒരാൾ അവിടെ ഉണ്ടാവില്ല. അവരെങ്കിലും കേൾക്കുമല്ലോ. ഇവർ തടുത്തോട്ടെ, എല്ലാവരും തടുത്തോട്ടെ. എനിക്ക് കുഴപ്പമില്ല. ഈ പ്രതിപക്ഷത്തോടുള്ള ഒരു നിലപാട് എന്തായിരിക്കും? കാരണം വെച്ചാല് പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ 150 കോടിയുടെ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഈ പ്രതിപക്ഷമായിട്ടുള്ള നിലപാട് എന്തായിരിക്കും? ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വ നെക്സസിനെതിരെ അതിനെതിരെ സംസാരിക്കുന്നത് അതിലെല്ലാവരും ഉണ്ടാവും. ആ നെക്സസിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ എന്തും ചെയ്തു കളയാമെന്നുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആ ധാർഷ്ട്യമുണ്ടല്ലോ. അതിന് കാരണം ജനങ്ങൾക്കൊരു വിലയില്ല, പാർട്ടി പ്രവർത്തകർക്ക് ഒരു വിലയില്ല, ലീഗുകാർക്ക് ആ പ്രവർത്തകർക്ക് വിലയില്ല, കോൺഗ്രസ് പ്രവർത്തകന് ഒരു വാല്യൂ ഇല്ല. നേതാക്കന്മാർ തമ്മിൽ തീരുമാനിക്കും. കോൺഗ്രസ്സുകാരനെ വളർത്തണം എന്ന് ലീഗുകാരനെ ആരാണ് വെട്ടണം ആരെയാണ് നിർത്തണം ലീഗാ തീരുമാനിക്കുന്നത്. ലീഗിലെ ഒരു നേതാവിന് ആരെ ആണെന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആളുകളാണ്. കാരണം അവിടെ പടലപ്പടക്കം ഉണ്ടാക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് അത്ര യോജിപ്പ് ആര് തമ്മിൽ? ലീഡേഴ്സ് തമ്മിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇതിന് വലിയൊരു നാശം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളത്തിന് അല്ലാതെ വേറെ ഒരു സ്റ്റേറ്റിൽ ഇത് കാണില്ല. അല്ല, അത് ജനം തീരുമാനിച്ചോട്ടെ. ഞാൻ അതിനെ വേദനയാണ്. ഞാൻ എന്റെ ഡ്യൂട്ടി എന്താ? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഇത് ഞാൻ മനസ്സിലാക്കിയ വിവരം ഞാൻ വിഴുങ്ങി നടക്കില്ല. എനിക്കിപ്പോ ഈ സൗകര്യങ്ങളൊക്കെ പറ്റി ഈ ഷെൽട്ടറിൽ നിന്ന് സുഖമായിട്ട് എനിക്ക് പോകാൻ നിങ്ങൾക്ക് അറിയാലോ. ആരൊക്കെ ഇപ്പൊ ഞാൻ ശത്രുവാക്കി?
ഈ നാട്ടിലെ മുഴുവൻ IPS അല്ലേ, അവരുമായി ബന്ധപ്പെട്ട മറ്റാളുകള്, ഇവരുമായി ബന്ധപ്പെട്ട ഈ കള്ളക്കടത്ത് സംഘത്തിനെ മുഴുവൻ, ഇപ്പൊ ഏറ്റവും അവസാനം പാർട്ടി, അതിനു മുമ്പ് മുഖ്യമന്ത്രി. എന്തിനു വേണ്ടിയിട്ടാ? മൗലികമായ ജനങ്ങളുടെ വിഷയം ഇവരെല്ലാം കൂടെ ഒരുമിച്ചാൽ നാട് കുട്ടിച്ചോറാണ്. അത് കണക്കാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. അത് ഞാൻ ഏതെങ്കിലും ബെഞ്ചിന്റെ മുകളിൽ കയറി ഞാൻ ഒന്ന് പറഞ്ഞു നോക്കുന്നു കൂടെ.